നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് മോർ ഫാക്ട്സ് ആണ്. ആദ്യത്തെ ചോദ്യം, 2024 ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരെല്ലാമാണ്? 2024 ഭാരതരത്ന പുരസ്കാരം ആകെ 5 പേർക്കാണ് ലഭിച്ചത്. ആരൊക്കെയാണ് ആ വ്യക്തികൾ? ഒന്ന്, LK അദ്വാനി. അടുത്തത് PV നരസിംഹറാവു, മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ എന്നിവർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ഏതാണ്? ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പൊ ജപ്പാന്റെ ഏത് പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്? സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് എവിടെ ഇറങ്ങിയത്? ചന്ദ്രനിൽ ഇറങ്ങിയത്. അടുത്ത ചോദ്യം, വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ ബീച്ച് ഏത്? വർക്കല പാപനാശം ബീച്ചാണ്. വർക്കല പാപനാശം ബീച്ച്. ഇപ്പൊ വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ ബീച്ചാണ് വർക്കല പാപനാശം ബീച്ച്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഫൈനലിൽ ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയക്കാണ് ലഭിച്ചത്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏത്? ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കോഴിക്കോട് കാപ്പാട് ബീച്ചിനാണ്. കോഴിക്കോട് കാപ്പാട് ബീച്ച് ഇമ്പോർട്ടന്റ് ആണേ. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേരെന്താ? ന്യൂറാലിങ്ക് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേരാണ് ന്യൂറാലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ യാത്ര അനുവദിച്ച നഗരം ഏതാ? ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ യാത്ര അനുവദിച്ച നഗരം. ഓർക്കുക. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പേസ് എന്ന ഉപഗ്രഹമാണ്. അപ്പൊ പേസ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായിട്ടാണ് നാസ പേസ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. പേസിന്റെ ഫുൾ ഫോം പ്ലാങ്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നതാണ്. പ്ലാങ്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. അപ്പോൾ സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് എന്ന് ഓർക്കുക. ഉപഗ്രഹം വിക്ഷേപിച്ചത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഉപഗ്രഹം വിക്ഷേപിച്ചത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ്. അടുത്ത ചോദ്യം, ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ആരാണ്? SL നാരായൺ ആണ്. SL നാരായൺ ആണ് ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി. അടുത്ത ചോദ്യം, രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിനാണ് ലഭിച്ചത്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ജസ്പ്രീത് ബുംറയ്ക്കാണ് ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ഈ സ്ഥാനം ലഭിക്കുന്ന ആദ്യത്തെ താരം കൂടിയാണ് ആര്? ജസ്പ്രീത് ബുംറ. അടുത്ത ചോദ്യം, മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ജോൺ ബ്രിട്ടാസിനാണ് ലഭിച്ചത്.
മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ജോൺ ബ്രിട്ടാസ് ആണ്. ജോൺ ബ്രിട്ടാസ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ച ആൽബം ഏതാണ്? ദിസ് മൊമെന്റ് എന്ന ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് ദ്വാരകയിലാണ്. ദ്വാരക. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ്? ദ്വാരകയിലാണ്. ദ്വാരക. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ ബഹുരാഷ്ട്ര അഭ്യാസമായ മിലാൻ 24 വേദി വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. മിലാന്റെ ഫുൾ ഫോം എന്താ? മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ്. മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് എന്നതാണ് മിലാന്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ബഹുരാഷ്ട്ര അഭ്യാസമായ മിലാൻ 24 വേദി വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഓക്സ്ഫോർഡ് സർവകലാശാലയിലാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലാണ്, UK. ഓക്സ്ഫോർഡ് സർവകലാശാലയിലാണ് നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത്. അടുത്ത ചോദ്യം, മുൻ കരസേനാ മേധാവി ജനറൽ M.M. നരവണയുടെ ആത്മകഥയുടെ പേരെന്ത്? M.M. നരവണയുടെ ആത്മകഥയുടെ പേരാണ് 4 Stars of Destiny. 4 Stars of Destiny. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? പുരി ജഗന്നാഥ ക്ഷേത്രം, ഒഡീഷ. പുരി ജഗന്നാഥ ക്ഷേത്രം, ഒഡീഷ. അപ്പൊ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗാസയിൽ ഇസ്രായേൽ പാലസ്തീനികളെ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ഹേഗ ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. ഗാസയിൽ ഇസ്രായേൽ പാലസ്തീനികളെ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ഹേഗ ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ഏതാ? ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ജയ് ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജയ് ഷാ. ഏത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത? വൃന്ദ കാരാട്ട്. വൃന്ദ കാരാട്ടിന്റെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത. ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് 2024 ജനുവരി 16 100 വർഷം തികഞ്ഞത്? കുമാരനാശാന്റെ വിയോഗത്തിനാണ് 2024 ജനുവരി 16 100 വർഷം തികഞ്ഞത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. 2024 ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരെല്ലാമാണ്? LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ എന്നിവർക്കാണ് ലഭിച്ചത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് കേരളത്തിലെ വർക്കല പാപനാശം ബീച്ചിനെയാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഓസ്ട്രേലിയ. ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. അത് ലഭിച്ച കേരളത്തിലെ ബീച്ച് കോഴിക്കോട് കാപ്പാട് ബീച്ചാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പീസ്. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ആരാണ്? SL നാരായൺ ആണ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൌളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരം ജസ്പ്രീത് ബുംറയാണ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ജോൺ ബ്രിട്ടാസ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ച ആൽബം ദിസ് മൊമെന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് ദ്വാരകയിലാണ്.
ഇന്ത്യൻ നാവികസേനയുടെ ബഹുരാഷ്ട്ര അഭ്യാസമായ മിലാൻ 24ന്റെ വേദി വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലാണ്. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ ആത്മകഥയുടെ പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? പുരി ജഗന്നാഥ ക്ഷേത്രം, ഒഡീഷ. ഓർക്കുക, ഗാസയിൽ ഇസ്രായേൽ പാലസ്തീനികളെ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ. ഏത് വനിതാ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത? വൃന്ദ കാരാട്ട്. ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് 2024 ജനുവരി 16 100 വർഷം തികഞ്ഞത്? കുമാരനാശാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2024 ഫെബ്രുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 വീഡിയോസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.